ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ബഹ്റൈൻ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബഹ്റൈനിൽ ഒരാൾ വിസിറ്റ് ചെയ്താൽ നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബഹ്റൈൻ മ്യൂസിയം. കാരണം അവരുടെ കൾച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അതിനുശേഷം അവിടെ കുറച്ച് ദൂരം എൻട്രൻസിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അവിടെ അവർ തന്നെ ഒരു കാസിൻ്റെ ഷട്ടിൽ സർവീസസൊക്കെ അവൈലബിൾ ആണ് മ്യൂസിയത്തിലോട്ടുള്ള എൻട്രൻസിലോട്ട്. അതുപോലെ തന്നെ പുറത്ത് ഒരുപാട് സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ട്. മാർബിൾസ് കൊണ്ടാണ് ഒരുവിധം എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഫാമിലി ആയിട്ട് ഐ തിങ്ക് ഇത് 3rd ടൈം വിസിറ്റാണ് ബഹ്റൈൻ മ്യൂസിയം. സ്കൂളിൽ നിന്നൊക്കെ ഞാൻ ഇടയ്ക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്ക് ഒരു റിലാക്സ് ചെയ്യുന്നൊരു മൂഡാണ് എന്താ പറയുക മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചേഴ്സ്, അവരുടെ ഹോം എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ മാരേജ് ഫങ്ഷൻ എങ്ങനെയാണ്, അവരുടെ മജ്ലിസ് കാര്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ എങ്ങനെയാണ് അവരുടെ നെയ്ത്ത്, പോട്ടറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഖുർആൻ്റെ ഡെവലപ്മെൻറ്റ്സ്, പോട്ടറി ഡെവലപ്മെൻറ്റ്സ്, മാരേജ് ഫങ്ഷൻ ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രോസറീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നെയ്ത്ത്, ഫിഷസ്, പേൾസ്, അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ ബഹ്റൈൻ കൾച്ചേഴ്സ് എങ്ങനെ ഡെവലപ്പായിട്ടുള്ള എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ല വൈബാണ് മ്യൂസിയത്തിൽ ചെന്നാൽ. അതുപോലെ ടിക്കറ്റ് റേറ്റ് അഡൾട്ട്സിന് 1 ദിനാർ 1.1 ആണ് വരുന്നത്, ഇൻക്ലൂഡിങ് വാറ്റ് 1.1 ആണ് വരുന്നുള്ളൂ. അപ്പം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു 2 hours 3 hours ഒക്കെ നമുക്ക് പതുക്കെ നടന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ബഹ്റൈൻ മ്യൂസിയം. അപ്പോൾ ഏറ്റവും കൂടുതൽ പവിഴ ദ്വീപ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ദ്വീപിൻ്റെ കൾച്ചേഴ്സൊക്കെ ഭയങ്കര ആയിട്ട് അവർ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പഴയ ബഹ്റൈനും അതുപോലെ തന്നെ ന്യൂ ബഹ്റൈനും തമ്മിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.